Good morning, all. Welcome to Advanced Mobile Counseling Center. ഇന്നത്തെ നമ്മുടെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. എന്താണ് ഈ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇറ്റ്സ് എ കണ്ടീഷൻ ആക്ച്വലി ദാറ്റ് എഫക്ട്സ് എ പേഴ്സൺസ് ഇമോഷൻസ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. Okay, making them extremely sensitive to criticism, self-doubt and social withdrawal. അതായത് നമ്മൾക്ക് ഇപ്പം ഒരു വ്യക്തിയുടെ വികാരങ്ങളും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത്. മെയിനായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷനെ അത് ബാധിക്കുക, അവരുടെ ഇമോഷൻസിനെ അത് ബാധിക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പേഴ്സണൽ ലൈഫിനെ ഇത് വല്ലാതെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. സോ ഇത് എവിടുന്ന് വരുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അവർക്ക് മെയിനായിട്ട് ക്രിറ്റിസിസം അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം, എക്സ്ട്രീം സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം. അതായത് നമ്മൾ അവരെ അവഹേളിക്കുകയാണെന്നോ നമ്മൾ അവർക്കൊരു സജഷൻ കൊടുക്കുമ്പം അവരെ അവഹേളിക്കുകയാണ് എന്നുള്ളൊരു സെൻസിറ്റിവിറ്റി ആയിരിക്കും അവരിലോട്ട് അത് വരുത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ സെൽഫ് ഡൗട്ടുകൾ കൂടുതൽ കാണും. എപ്പോഴും ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട്, സ്വയം സംശയം എപ്പോഴും അവരെ ഈ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു പേഴ്സണാലിറ്റിയിലോട്ട് അവരെ കൊണ്ടുവരും. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. മെയിനായിട്ട് ആളുകളോട് അകലം പാലിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം ആൾക്കാർ, ഈ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ കാണിക്കാറ്. അതായത് ആളുകളോട് ടെൻഡൻസി ടു കീപ് ഡിസ്റ്റൻസ് ഫ്രോം പീപ്പിൾ. അവർ മെയിനായിട്ട് ദേ ട്രൈ ടു അവോയ്ഡ് ഗെറ്റിംഗ് ക്ലോസ് ടു അതേഴ്സ്, യുനോ വൈ, ഡ്യൂ ടു ദ ഫിയർ ഓഫ് ക്രിറ്റിസിസം ഓർ റിജെക്ഷൻ. അതായത് ഒരു ഭയമാണ് അവർക്ക് എപ്പോഴും മറ്റുള്ള ആളുകളുമായിട്ട് അടുക്കാനും, അതുപോലെ തന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമോ, അവരെ എപ്പോഴും വിമർശിക്കുമോ, അവരെ റിജക്റ്റ് ചെയ്യോ, അവരെ ഇഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു ഒരു സെൽഫ് ഡൗട്ട് കാരണം മെയിനായിട്ട് അത് വേറെ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഒരു കാര്യമാണ്. മെയിനായിട്ട് നമ്മൾക്ക് പുറത്ത് കാണുന്നത്, ഔട്ടറായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണുന്നത് ദേ ട്രൈ ടു കീപ് ഡിസ്റ്റൻസ് ഫ്രോം പീപ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ്, ഇതെല്ലാം വരുന്നത് മെയിനായിട്ട് റൂട്ട് ചെയ്ത് വരുന്നത് തോട്ട്സ് ഓഫ് സെൽഫ് ഡൗട്ടാണ്. അതായത് അവർക്ക് എപ്പോഴും അവരോട് തന്നെ എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവരുടെ ചിന്തകൾ മുഴുവനും ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഓർ ഐ വിൽ മെസ് തിങ്സ് അപ്പ് എന്നുള്ള, അതായത് ഞാനെല്ലാം കുളമാക്കും, എന്നെക്കൊണ്ട് അതൊന്നും കഴിയില്ല, ഞാൻ അത്ര നല്ല ആളല്ല, അതിന് യോഗ്യതയുള്ള ആളല്ല. നമ്മൾ അവരെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പോലും അവർ സ്വയം ഉള്ളിൽ ചിന്തിക്കുന്നത് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ടു ഗെറ്റ് ദാറ്റ് കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഒരു സെൽഫ് ഡൗട്ടാണ്. അതായത് ഞാൻ അയോഗ്യനാണ്, ഞാൻ എല്ലാം തകർക്കും, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എന്തിലോട്ട് കാലെടുത്ത് വെച്ചാലും അതിൻ്റെ അവസാനമായിരിക്കും എന്നുള്ള ഒരു സെൽഫ് ഡൗട്ടാണ് കൂടുതലായിട്ട്, ഇത്തരം ചിന്തകളാണ് അവരിൽ കൂടുതൽ കാണപ്പെടാറ് എന്നുള്ളതാണ്. പിന്നീട് വരുന്ന അവരുടെ വേറൊരു കൈൻഡ് ഓഫ് സിംറ്റം എന്ന് പറയുന്നത്, പുറത്ത് കാണുന്നത് ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡാണ്. അതായത് വളരെയധികം പ്രതിരോധ മനോഭാവം അവരിൽ കാണും. ദേ ടെൻഡ് ടു അവോയ്ഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആക്ച്വലി. അത് പുതിയ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഒന്ന്, മെയിനായിട്ട് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്തുന്നില്ല. അപ്പം സോഷ്യലി ഇൻട്രാക്റ്റഡ് ആവാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പുതിയ ബന്ധങ്ങൾ കിട്ടില്ല. പിന്നെ അവരെപ്പോഴും ഒരു ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡ്, എന്നെന്തെങ്കിലും പറയാൻ വന്നാൽ ഞാനിങ്ങനെ പറയുമോ എന്നുള്ളൊരു തീരുമാനത്തിൽ, ഒരു പ്രതിരോധത്തിലായിരിക്കും എപ്പോഴും. എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, അവർക്ക് എല്ലാവർക്കും എന്നെക്കുറിച്ച് ഒരു നെഗറ്റീവ് ചിന്തയാണ്, അപ്പം ഞാൻ എന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യണം. അപ്പം അത് ഒരു ബന്ധങ്ങളിലും സ്പേസ് കൊടുക്കാതെ അവർ ഈ ഒരു ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡിൽ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഈ ഹേർട്ടായിട്ടുള്ള ഇന്നർ ഒരു തോട്ട് ഉണ്ട് അല്ലേ, അപ്പോൾ അതിനെ എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് ഡിഫെൻസീവായിട്ട് ഒരു പ്രതിരോധ മനോഭാവമായിരിക്കും കൂടുതൽ. ആൻഡ് ദിസ് വിൽ ലീഡ് ദം ടു അവോയ്ഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് ഹെസിറ്റേറ്റ് ടു ഫോം ന്യൂ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കാൻ വളരെയധികം മടിയും, അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, സംവദിക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ലായ്മയും സംഭവിക്കുമെന്നുള്ളതാണ്.
പിന്നീട് അത്തരം ആൾക്കാരിൽ കാണുന്നതാണ് ഓവർലി സെൻസിറ്റീവ് നേച്ചർ. അതായത് വളരെ നമ്മളെപ്പോഴും പറയില്ലേ, ഓ നീ ഭയങ്കര സെൻസിറ്റീവ് ആണ്, നീ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഓവർ സെൻസിറ്റീവ് ആണ്. അതായത് ചെറിയ ചെറിയ വിമർശനങ്ങൾ പോലും അവർക്ക് വളരെ ദേഷ്യമോ സങ്കടമോ ആയിട്ട് മാറും അവരുടെ ലൈഫിൽ. കൊച്ചു കൊച്ചു വിമർശനങ്ങൾ പോലും അവർക്ക് വളരെ ദേഷ്യം കൊണ്ടുവരും, അല്ലെങ്കിൽ സങ്കടം കൊണ്ടുവരും. അപ്പം so this means that they are overly sensitive. The small criticism പോലും from that will make them feel extremely hurtful or upsetting എന്നുള്ളതാണ്. Then coming to another thing is that social anxiety. ഇവർക്ക് കൂടുതൽ എപ്പോഴും നമ്മളിലോട്ട് സെഷൻസിന് വേണ്ടി എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ റെഫർ ചെയ്യുന്നത് അവർക്ക് സോഷ്യൽ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ കൂടുതൽ കാണും. ഈ കാണുന്ന ലക്ഷണങ്ങളൊക്കെ അവർ പ്രകടമായിട്ട് കാണിക്കുകയും അവരുടെ ലൈഫിൻ്റെ പുരോഗതിയെ തന്നെ അത് ബാധിക്കുകയും അങ്ങനെ ഒരു വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരിക്കും അവർക്ക്. they often find it difficult to participate in gathering or crowded places എന്നുള്ളതാണ്. അവർക്ക് ഒരു പാർട്ടിയിൽ പോകാനോ ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് പോകാനോ, അതായത് ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പോകുന്നതിൽ നിന്ന് എപ്പോഴും ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് ഒക്കെ വല്ലാണ്ട് ബാധിക്കുകയായിരിക്കും. കുറച്ചൊക്കെ എല്ലാവർക്കും ഇതൊക്കെ അനുഭവപ്പെടാൻ ചില ദിവസങ്ങളിൽ നമുക്ക് വീക്കായിട്ട് തോന്നും, അപ്പോൾ എനിക്കിന്ന് അങ്ങ് പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില സമയത്ത് സ്ത്രീകൾക്കൊക്കെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് മെൻസ്ട്രൽ സൈക്കിൾ അടുത്തോട്ട് വരുമ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ലക്ഷണങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടോ എന്ന് നോക്കണം. 1 മാസം 2 മാസം നമ്മുടെ ലൈഫിനെ വല്ലാണ്ട് ബാധിക്കുന്ന രീതിയിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് എൻ്റെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സഹായം തേടുകയും ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇത്തരം ലക്ഷണങ്ങൾ നമ്മളെ തന്നെ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ വാച്ച് ചെയ്യുക. കൂടുതൽ അളവിൽ, അതായത് കൂടുതൽ കാലങ്ങളിൽ, അതായത് മാസങ്ങളോളം വർഷങ്ങളോളം നിങ്ങൾക്കൊരാളെ ഈ പറയുന്ന ലക്ഷണങ്ങളുണ്ട്, ലെറ്റ് ദം സീക്ക് കൗൺസിലിംഗ് എന്നുള്ളതാണ്. So if these signs seem severe in your loved ones or in yourself, it is important to seek help from a mental health professional. മനസ്സിലായില്ലേ? അല്ലാതെ എപ്പോഴെങ്കിലും ഒക്കെ ഇത് മിന്നിമറയുന്നതിനെ നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ചില സമയങ്ങളിൽ നമ്മൾ സെൽഫ് ഡൗട്ടിലോട്ട് വരും, ചില സമയങ്ങളിൽ നമ്മൾ ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡിലോട്ട് വരും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് പല പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അകലം പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതൊന്നും അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഡിസോർഡറാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് വല്ല സിംറ്റംസ് ഒക്കെ കാണിച്ചു എന്ന് വരും വല്ലപ്പോഴും, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇത് നമ്മൾ സംസാരിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. അതൊരിക്കലും ഓർഡറിലോട്ട് വരണമെങ്കിൽ നമുക്ക് അവർക്ക് ഒരുപാട് ഹെൽപ്പുകളും സൈക്കോതെറാപ്പീസും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പീസും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ നോർമൽ ലൈഫിലോട്ട് ട്രെയിൻ ചെയ്ത് അസസ്മെൻറ്റ് നടത്തി നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതൊക്കെ എന്താ പറയുക, നിങ്ങൾ ഒരു ഹെൽപ്പിന് തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സീക്കിംഗ് ഔട്ട് ഫോർ ഹെൽപ്പ് കൗൺസിലിംഗ് സെഷനിലോട്ട് കൂടുതൽ സെഷൻസ് എടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ കൗൺസിലിംഗ് സെഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഷൻ വന്നുകൊണ്ട് മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാറില്ല. നമ്മളൊരു മെഡിക്കേഷൻ, ഫിസിക്കൽ ഹെൽത്തിൻ്റെ മെഡിക്കേഷനൊക്കെ ഒരു ദിവസം നിങ്ങൾക്കറിയാം, ഒരു ദിവസം ഇത്ര മണിക്കൂറുകൾ ഇടവിട്ട് ചില മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ദിവസത്തിലൊന്ന് കഴിക്കണം, അല്ലെങ്കിൽ മോർണിംഗിലും നൈറ്റിലും ഓരോന്ന് കഴിക്കേണ്ടിയൊക്കെ വരും, അല്ലേ? ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സും. അത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായത് കൊണ്ട് തന്നെ അതിന് ഫ്രീക്വൻസി പ്ലസ് കൺസിസ്റ്റൻസി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെടുക്കുന്ന കേസുകളുണ്ട്. സിവിയർ കേസസ് ആണെങ്കിൽ കൗൺസിലിംഗ് അടുത്തടുത്ത ദിവസങ്ങളിലോട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ വേണ്ടി വരും. അത് നിങ്ങളുടെ കൗൺസിലർ നിങ്ങളുമായിട്ട് സംസാരിക്കും എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് വരികയും എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു മാറ്റം ക്ഷമയോടെ കൂടി അതിലോട്ട് വരണം. അല്ലാതെ ഒരു സെഷന് വന്നിട്ട് പല ക്ലയൻസിലും നമ്മൾ കാണുന്നൊരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സ്റ്റോറി തന്നെ ഒരു സെഷനിൽ പറഞ്ഞു തീരില്ല. അവരുടെ ലൈഫിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലോട്ട് വെളിപ്പെടുന്നത് വളരെ 1, 2, 3 സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും. തുടക്കത്തിൽ അവർ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്യും, ഒരു സെഷന് വന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു ധാരണയിൽ അവർ പോകാറുണ്ട്, അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അത് അവർക്ക് തന്നെയാണ്, അവരുടെ ലൈഫിലോട്ട് അവർ തന്നെയാണ് മെൻ്റൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എൻകറേജ് അതേഴ്സ് ടു സീക്ക്
കൗൺസിലിംഗ്. ഇനി നിങ്ങളാണ് പ്രയാസപ്പെടുന്നത്, നിങ്ങളും തന്നെ ഈ ഒരു ദൃഢനിശ്ചയത്തിലോട്ട് വരിക. ഞാൻ ഇങ്ങനെ ജീവിക്കണോ അതോ ബെറ്റർ ആയിട്ട് ജീവിക്കണോ എന്നുള്ള രീതിയിൽ എല്ലാത്തിനും നമ്മൾ സമയവും സാമ്പത്തികവും ചിലവാക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഹെൽത്തിന് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയവും സാമ്പത്തികവും ചിലവാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിലോട്ട് വരികയും നിങ്ങൾ മറ്റൊരാൾ സഫർ ചെയ്യുന്നു എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയും മാർഗമുണ്ട്, ഇങ്ങനെ സഫർ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർക്ക് അതിൻ്റെ ഒരു നോർമലൈസ് ചെയ്ത് കൊടുക്കുകയും അവരെ ഈ ഹെൽപ്പ് സീക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യുക. വല്ലാണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭയപ്പെടുത്താണ്ട് വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് അവരെ ഈ ഒരു കാര്യത്തിൽ, ഒരു പനി വന്നാൽ പാരസെറ്റമോൾ എടുക്കാൻ വേണ്ടി എത്രത്തോളം ലാഘവത്തോടെയാണ് നിങ്ങൾ ആ മെഡിക്കേഷൻ നിങ്ങൾ കൊടുക്കാറ് നിങ്ങളുടെ ലവ്ഡ് വൺസിന്, അതുപോലത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നീ ഒരു കൗൺസിലിംഗ് എടുത്ത് നോക്ക് എന്ന് കുറച്ച് കൗൺസിലിംഗ് സെഷൻസ് എടുത്ത് നോക്ക് എന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ട് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കൊണ്ടുവരണം. ഒരുപാട് പേര് സഹായം ഒരു സൈഡിൽ ഉണ്ടായിട്ട് പോലും അത് സീക്ക് ചെയ്യാതെ കഷ്ടപ്പെട്ട് നിരാശയോടെ വളരെ അൺപ്രൊഡക്റ്റീവായിട്ട് അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരിലോട്ടൊക്കെ ഈ ഒരു മെസ്സേജ് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.